20-18 സീറ്റും ജയിച്ച് സംസ്ഥാനത്ത് UDF-ന്റെ വൻ തേരോട്ടം. 6 മുതൽ 8 സീറ്റ് പ്രതീക്ഷിച്ചെടുത്ത് ഒരു സീറ്റിൽ ഒതുങ്ങി LDF തകർന്നടിഞ്ഞു. തൃശൂരിലെ BJP-യുടെ വിജയം LDF-നും UDF-നും ഒരുപോലെ തിരിച്ചടിയായി. ദേശീയ തലത്തിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പിഴച്ചെങ്കിലും കേരളത്തിൽ യാഥാർത്ഥ്യമായി. BJP 6 വർഷത്തിലധികമായി ലക്ഷ്യം വെച്ചിരുന്ന തൃശൂരിൽ തന്നെ താമര വിരിയിച്ചു. 75,079 എന്ന പടുകൂറ്റൻ ഭൂരിപക്ഷം BJP-യുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇതിനു പുറമെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണപ്പോര് ഉയർത്താൻ കഴിഞ്ഞുവെന്നും BJP വിലയിരുത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് രണ്ടാമതെത്താൻ കഴിഞ്ഞതും BJP-ക്ക് നേട്ടമാണ്. BJP-ക്ക് കേരളത്തിൽ ജയിക്കാൻ കഴിയില്ലെന്ന പ്രചാരവേല ഇനി വിജയിക്കില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന നാട്ടിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ കള്ളപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിനും അതുവഴി വോട്ടിനും വേണ്ടി നടത്തിയ ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടിയിരിക്കുന്നത്. 2020 പ്രതീക്ഷിച്ചിറങ്ങിയ UDF-ന് 18 സീറ്റ് നേടാൻ കഴിഞ്ഞുവെന്നത് വലിയ നേട്ടമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായ ആലപ്പുഴ തിരിച്ചുപിടിച്ചു. CPIM മുതിർന്ന നേതാക്കളെ ഇറക്കിയ പത്തനംതിട്ട, പാലക്കാട്, കണ്ണൂർ, വടകര തുടങ്ങിയ സ്ഥലങ്ങളിൽ CPIM-നെ നിലം തൊടിയിച്ചില്ല. അപ്പോഴും സിറ്റിംഗ് സീറ്റായിരുന്ന തൃശൂരിൽ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് കോൺഗ്രസിന് നാണക്കേടായി. അപ്രതീക്ഷിത തോൽവിയാണെന്നും BJP CPIM അപകടകരമായ കൂട്ടുകെട്ട് നടന്നുവെന്നുമാണ് കോൺഗ്രസ് വിശദീകരണം. അതല്ല, അവരുടെ വോട്ടുകൾ പോയി എന്നത് മാത്രമല്ല, അവിടെ BJP-ക്ക് വർഗീയമായി അവിടെ ഒരു ഡിവിഷൻ ഉണ്ടാക്കി, ഒരു പോളറൈസേഷൻ ഉണ്ടാക്കി, അവരിലേക്ക് വോട്ടുകൾ കൂടുതൽ ചെന്നെത്തുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി. അടിമുടി പിഴച്ചത് LDF-നാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാണക്കേട് ഒഴിവാക്കാൻ മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കിയുള്ള CPIM നീക്കം ഫലം കണ്ടില്ല. മന്ത്രി K. രാധാകൃഷ്ണൻ മത്സരിച്ച ആലത്തൂർ മാത്രമാണ് ആശ്വാസത്തുരുത്തായത്. വിവാദങ്ങൾ കത്തിക്കയറിയ വടകരയിൽ 1 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് KK ശൈലജ പരാജയപ്പെട്ടത് പാർട്ടിക്ക് തന്നെ ഞെട്ടലുണ്ടാക്കി. സിറ്റിംഗ് സീറ്റായിരുന്ന ആലപ്പുഴ KC വേണുഗോപാൽ തരംഗത്തിൽ നഷ്ടമായി. പാലക്കാട്ടെ ചുവപ്പുകോട്ടകൾ പിളർന്നു. ആറ്റിങ്ങലിൽ ബിജോയ് പൊരുതിയെങ്കിലും അവസാന നിമിഷം കാലിടറി. മത്സരിച്ച 3 ജില്ലാ സെക്രട്ടറിമാരും 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പരാജയ ചൂടറിഞ്ഞു. CPIM ഘടകകക്ഷികളും മത്സരിച്ച സീറ്റുകളിലും രക്ഷയുണ്ടായില്ല. ഭരണവിരുദ്ധ വികാരമില്ലെന്നും തോൽവി പരിശോധിക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സീറ്റ് മാത്രമാണ് ജയിക്കാൻ സാധിച്ചത്. NDA ഒരു സീറ്റ് കേരളത്തിൽ നേടുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിനെതിരായിട്ടുള്ള ഭരണവികാരം മാത്രമല്ല, അത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെയല്ല ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള വിധി ഇത് തന്നെയല്ലേ. കനത്ത തോൽവിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാരും പാർട്ടിയും ഇനി ഏത് രീതിയിലുള്ള തിരുത്തൽ വരുത്തുമെന്നതാണ് ശ്രദ്ധേയം. 24 തിരുവനന്തപുരം.